നമ്മള് ഒരു പാപലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ എവിടേക്ക് നമ്മൾ തിരിഞ്ഞാലും നമ്മൾ ഒരു പാപലോകത്തിലാണ്. അവിടെ ജീവിക്കാൻ വളരെ പാപം ഇല്ലാതെ ജീവിക്കാൻ വളരെ പ്രയാസമാണ്. പാപം ഇല്ലാതെ, പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. എന്നാൽ നമ്മൾ പാപം ചെയ്യരുത്. അതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പാപം ചെയ്യരുതെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമല്ലേ നമുക്ക് ചെയ്യേണ്ടത്? കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഒരു നല്ല ഒരു പ്രതിസന്ധി കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? അതിനെ തരണം ചെയ്യാൻ നമ്മളൊരു തീരുമാനമെടുക്കുക. ഞാൻ ആ കാര്യത്തില് പോവുകയില്ല. ആ ലോകത്തിന്റെ വഴിയിലേക്ക്, അത് ലോകമാണ്, ലോകത്തിന്റെ വഴിയിലേക്ക് ഞാൻ പോവുകയില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മൾ ചെയ്യണം. ദൃഢനിശ്ചയം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളെ വീഴിക്കും. അതിന് ഈ ലോകം വളരെ വളരെ കഴിവുള്ളതാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കർത്താവ് ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചു. അപ്പോ നമ്മുടെ നേതാവ് ആരാണ്? ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ച കർത്താവ്. അതുകൊണ്ട് ആ കർത്താവ് കാണിച്ച വഴിയിൽ കൂടെ അല്ലാതെ വേറൊരു വഴിയിൽ കൂടെ ഞാൻ മുന്നോട്ട് പോവുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും പർപ്പസ് ആയിട്ട് തീരുമാനം എടുക്കണം. പർപ്പസ് ആയിട്ട് തീരുമാനം എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പോയിരിക്കും, നമ്മളെ ഉരുട്ടിയിടും. അതിന് കഴിവുള്ളതാണ് ഈ ലോകം. എത്ര വേണ്ടെന്ന് വെച്ചാലും അതിൻ്റെ നമ്മുടെ ബലഹീന വശം അവർ കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ നിന്ന് അവർ ജയമെടുക്കാനായിട്ട് പോകും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഇല്ല, ഞാന് ഈ ലോകത്തോടും പിശാചിനോടും എതിർത്ത് നിൽക്കും. എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യുകയില്ല. യേശുക്രിസ്തു എന്നെ കാണിച്ചത് അതാണ്. യേശുക്രിസ്തു കാണിച്ചത് അവന്റെ ഇഷ്ടം അവൻ ചെയ്യുകയില്ല. യേശുവിന്റെ ഇഷ്ടം യേശു ചെയ്യുകയില്ല. പിതാവിന്റെ ഇഷ്ടം മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. പിതാവാം ദൈവവുമായിട്ടാണ് അവന് ബന്ധമുള്ളത്. പിതാവാം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം യേശു ചെയ്യും. അപ്പോ നമുക്കും ഈ പിതാവാം ദൈവം ചെയ്യുന്ന ഇഷ്ടം ചെയ്ത് നമുക്ക് ജീവിക്കണം. അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മുടെ ജഡത്തെ ജയിക്കാനായിട്ട് കഴിയും. അല്ലാതെ വളരെ വളരെ ശക്തിയോടെ നമ്മുടെ ജഡത്തോട് പോരാടണം. നമ്മുടെ ജഡം നമ്മളെ കീഴടക്കാനായിട്ട് അതിൻ്റെ എല്ലാ വഴികളും ഉപയോഗിക്കും. അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ തീരുമാനമെടുക്കുക, ഞാൻ ഈ ജഡത്തിന്റെ കാര്യങ്ങളിലേക്ക് പോവുകയില്ല. എൻ്റെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനാണ് എന്നെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഹൃദയത്തില് വീണ്ടും 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 നമ്മൾ ഉറപ്പിക്കണം. അപ്പോ ഒരു കാര്യം അല്ലാത്തത് ചെയ്യാനായിട്ട് ചെയ്യത്തില്ല. കർത്താവിനെ ദുഃഖിപ്പിക്കുവാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല.
കർത്താവിനെ ദുഃഖിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ, ജഡത്തെ ഞാൻ അനുസരിക്കുകയില്ല, ജഡത്തിന് ഞാൻ അവസരം കൊടുക്കുകയില്ല എന്നുള്ള ആ ദൃഢനിശ്ചയവും വേണം. ആ ദൃഢനിശ്ചയത്തോടൊപ്പം കർത്താവിനോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, കഴിവില്ലാത്ത ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, എന്നെ തോൽപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നീ ലോകത്തെ ജയിച്ചവനാണ് കർത്താവെ, നീ ലോകത്തെ ജയിച്ചു, അതുപോലെ എനിക്കും ജയിക്കണം. അതുകൊണ്ട് കർത്താവെ, എന്നെ നീ സഹായിക്കണം. എന്റെ വീഴ്ച ഏത് ഭാഗത്ത് വരുന്നു എന്നറിഞ്ഞ് അവിടുന്ന് എന്നെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. കർത്താവെ, എന്നെ സഹായിക്കണേ കർത്താവെ. ആ കരച്ചില് കേൾക്കുമ്പോ കർത്താവ് നമ്മളെ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തോക്കാതെ പോകാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുമ്പോൾ നമ്മളെ പിടിച്ചടക്കാൻ അതായത് ലോകത്തിലെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം, ഇപ്പം അങ്ങനെ വലിയ യുദ്ധങ്ങളൊന്നും ഇല്ലല്ലോ. യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അവന്റെ ബലഹീന വശം എവിടാണ്, ആ രാജ്യത്തിന്റെ ബലഹീന വശം എവിടെയാണ്, ഇതിലേ കൂടെ കയറിയാൽ അവരെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാം എന്നുള്ളത് ശത്രു രാജ്യം കണ്ടുപിടിച്ചിട്ട് അതിലേ കൂടെ അവർ കയറത്തുള്ളൂ. അപ്പോ ഈ പിശാച് എന്താ ചെയ്യുന്നേ? നമ്മുടെ ബലഹീന വശം എവിടെയാണെന്നുള്ളത് അവൻ കണ്ടുപിടിച്ചിട്ട് അതിലേ കൂടെ നമ്മളെ തോൽപ്പിക്കാനായിട്ടാണ് നോക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബലഹീന വശങ്ങളെ ആദ്യമേ നമ്മൾ തകർക്കുക, കർത്താവിനെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. കർത്താവേ, ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, നിന്നെ ദുഃഖിപ്പിക്കാനായിട്ട് എനിക്കിടയാകരുത്. ഏതൊരു കാരണം വന്നാലും, എനിക്ക് വലിയ തീരാ നഷ്ടം വന്നാലും, കർത്താവെ, നിന്നെ ദുഃഖിപ്പിക്കാനായിട്ട് എനിക്ക് ഇടയാകരുതേ എന്ന് പറഞ്ഞ് നമ്മളെ കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. അപ്പോ കർത്താവിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പിന്നെ ഉള്ള ഗുണം എന്താണ്? നമ്മള് കർത്താവിന്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് മാറും. നമ്മൾ കർത്താവിന്റെ കയ്യിലെ ഒരു ഉപകരണമാണോ? കർത്താവിന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? ആണെങ്കിൽ നാം വീഴുകയില്ല. അതുകൊണ്ട് നമുക്ക് ഉത്സാഹിക്കാം. കർത്താവെ, നിന്റെ കയ്യിൽ ഞാനിരിക്കും. എനിക്ക് ഈ ലോകത്തോട് ചേർന്ന് നടക്കാനല്ല, നിന്റെ കയ്യിലിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ താല്പര്യത്തോടെ നമ്മൾ ആ ലക്ഷ്യത്തിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു പിശാചിനും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഉത്സാഹിക്കാം. കർത്താവേ, എനിക്ക് നിന്റെ കയ്യിലായിരിക്കണം. നിന്റെ കയ്യിലല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ പോവുകയില്ല, ഞാൻ വീഴാൻ പോവുകയില്ല. അവിടെ വീഴ്ചയാണ് സംഭവിക്കുന്നത്. ഇല്ല കർത്താവെ, ഞാൻ വീഴാനായിട്ട് പോവുകയില്ല, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് കീഴടക്കി ഞാൻ തരും. അങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കണം. ഇത് ഒരു നല്ല ഒരു ഭടനായിരുന്നാൽ മാത്രമേ പിശാചിനെ തോൽപ്പിക്കാനൊക്കത്തുള്ളൂ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, ഈ ലോകാധിപതികളോടും അല്ല, ദുഷ്ടാത്മസേനയോടാണ്. അതെ, അവനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. നമ്മുടെ പോരാട്ടം മുഴുവൻ അവിടെ ആയിരിക്കട്ടെ. ഈ കർത്താവ് നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. അവന്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായിട്ട് നാം ഇരിക്കുകയാണെങ്കിൽ, അവനെടുത്ത് നമ്മളെ ഉപയോഗിക്കാനായിട്ട് നമ്മളെ വിട്ടുകൊടുത്താൽ കർത്താവ് നമ്മളെ അതിന് ഉപയോഗിക്കും. നമുക്ക് ഒരു ജയജീവിതം നയിക്കാനായിട്ട് കഴിയും. നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം ഒരു ജയജീവിതം നയിക്കാൻ.
തോൽവിയില്ലാതെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. അതിന് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മളെ ദൈവജനത്തിൽ നിന്ന് ആയത്തിൽ വളരെ കാര്യങ്ങൾ കേട്ടു. വളരെ ശ്രദ്ധയോടെ ഇരുന്നു. കേട്ടിരിക്കാനേ ഉറക്കം വന്നെന്ന് പറയാതിരിക്കാൻ ഒക്കുകയില്ല. നിങ്ങൾ ഉറക്കം വന്ന് കാണുമായിരിക്കും. ആകട്ടെ. അപ്പോൾ കേട്ടിട്ട് നമ്മൾ ആ കാര്യങ്ങളെ ഏതാണ്ടൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ തന്നെ നമ്മൾ വീണ്ടും കേൾക്കുന്നു, ഗ്രഹിക്കുന്നു. പിന്നെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറന്നുപോയത് അല്ല ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്നതിനെയൊക്കെ ഒന്ന് ഏറ്റുപറയാനുള്ള ഒരു അവസരമായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുന്നു. ഇതാണ് നമ്മളുടെ വചന കഴിവിലൂടെ നമ്മൾ സാധാരണ ചെയ്തു പോകുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. നമ്മളെ വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കുക എന്നൊരു കാര്യത്തിലേക്കാണല്ലോ നമ്മളെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇന്ന് ആദ്യം പറഞ്ഞൊരു വാക്യം ബ്രദറെ പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വാക്കിൽ കുടുങ്ങാത്തവൻ അവൻ പൂർണ്ണനാന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? തെറ്റാത്തവൻ കുടുങ്ങാത്തവൻ എന്നൊരു കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ശകല വ്യത്യാസം ചില കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെ ആരെ കുടുങ്ങാത്തവൻ എന്ന് പറയുമ്പോൾ അവനെ കൊടുക്കുക എന്നുള്ള അർത്ഥത്തില്ല. അതായത് പറഞ്ഞ വാക്ക് കയറി പിടിച്ചിട്ട് അവനെ അങ്ങനെയല്ല യേശുവിനോട് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഹരീശ്വരൊക്കെ ശ്രമിച്ചിരുന്ന ഓരോ വാക്കിലും കയറി പിടിച്ച് യേശുവിനെ കുറ്റക്കാരനെന്ന് കാണാൻ, എന്നാൽ യേശുവിനെ കുറ്റക്കാരനെന്ന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യേശു ഒരിക്കൽ പോലും ഒരു ക്ഷമാപണം നടത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. തെറ്റിപ്പോയി കേട്ടോ, ഇപ്രാവശ്യം തെറ്റി, ഇനി തെറ്റത്തില്ല, ഞാൻ പറഞ്ഞ കാര്യം പിൻവലിച്ചിരിക്കുന്നതൊന്നും യേശു പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് തന്നെ അങ്ങനെ തന്നെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ കൊടുക്കാനായിട്ട് ഒക്കുകയില്ല, അല്ലെങ്കിൽ യേശുവിനെ കൊടുക്കാൻ ഒക്കുകയില്ല. വാക്കിൽ തെറ്റിയില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കാൻ ഒക്കുകയില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളെ വിധിക്കാൻ പോകുന്നത്. യേശു പറഞ്ഞ അതേ വാക്യങ്ങളിൽ ഒരു തെറ്റും ഇല്ലെങ്കിൽ ആ വാക്യങ്ങളൊക്കെ തന്നെ മനുഷ്യനായി വന്ന യേശു ആ കാര്യങ്ങൾ പറഞ്ഞ് ആത്മാവ് ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാതെ തന്നെ. അപ്പോൾ അവിടുന്ന് പറഞ്ഞ ആ വാക്യങ്ങൾ തന്നെ നമ്മളെ വിധിക്കാനിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ആ ശുദ്ധിയുടെ പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളെ തന്നെ പരിശോധിക്കുക, ആ പരിശുദ്ധിയിൽ തന്നെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു കളയാറുണ്ട്. പറ്റത്തില്ലെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു പുതിയൊരു അടവായിട്ട് വന്നിട്ടുണ്ട്. നടക്കത്തില്ല, പക്ഷെ നടക്കും. നമ്മൾ ഹൃദയം വെച്ചാൽ, ആഗ്രഹം വെച്ചാൽ നമ്മളെ സുഹൃത്തുള്ളൂ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നൊരു കാര്യം പലപ്പോഴും കഴിയും. അത് ഞാൻ ആ കാര്യം ഓർപ്പിച്ചു തരാം. പക്ഷെ എന്നാൽ വേറൊരു കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഈ പഴയ മനുഷ്യന്റെ ആ ശീലങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിനാണല്ലോ ഇവിടെ സ്വയത്തിന്റെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ജഡത്തിന്റെ കാര്യങ്ങളായിട്ട് കിടക്കുന്നത്. അത് നമ്മൾ അറിയാതെ ചിലപ്പോൾ എഴുത്തിൽ പുറത്ത് ഇട്ടുപോകും. കാരണം വന്നു പോകുന്നതെന്നു ചോദിച്ചാൽ ആ ശീലത്തിൽ അല്ലെങ്കിൽ ആ സ്പീഡിൽ ആ വാക്കുകളൊക്കെ തന്നെ നമ്മളിൽ വീണ്ടും വന്നു കയറാറുണ്ട്. എനിക്കൊരു അബദ്ധത്തിനെ പറ്റി ആട്ടെ. അപ്പം ഇങ്ങനെ അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അത്ര ഒരു വാക്ക് പറയരുതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പറ്റാറുണ്ട്. അപ്പൊ എന്നാൽ നമുക്കതിനെ വീണ്ടും ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കുക എന്നത് മാത്രമേ നിവർത്തുള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ചുള്ള നമ്മൾ തീരുമാനിച്ചുറച്ച പാപത്തിൽ നിന്നെങ്കിൽ നമുക്ക് വിട്ടുപോകാൻ കഴിയുമല്ലോ. തീരുമാനിച്ചുറച്ച പാപം ചെയ്യുന്നവരാ അനേകരും തീരുമാനിച്ചുറച്ചത്. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. ലോകമയത്വവും അതിനകത്തൊരു പ്രധാന കാര്യമാണ്. ലോകത്തിന്റെ മയത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന കാര്യമില്ല. ലോകം കാണിക്കുന്ന എന്തൊക്കെ നമുക്ക് കാണിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പിന്നെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ട കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യും. എന്നാലേ അത് ദൈവിക വഴികളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ആ വഴികളെ പോകാൻ പാടില്ലാത്തതാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജഡത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ പോവുകയില്ല. ജഡം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ പുന്നപ്പുറം പറഞ്ഞാൽ തോന്നുന്നു. അപ്പൊ ഈ പാമ്പിനെ തല്ലിക്കഴിഞ്ഞാലും നിങ്ങളൊക്കെ തെല്ലിക്കൊന്ന് കാണും, ഞങ്ങളൊക്കെ തെല്ലിക്കൊല്ലുന്ന കൂട്ടത്തില്ല, ഉറക്കെ പറയാനൊക്കെയല്ല. എന്നാലും അപ്പം അത് എത്ര തല്ലിയാലും കുറെ കഴിയുമ്പോൾ കിടന്ന് ഇങ്ങനെ പിരിയുന്നതാണ്. തല അനങ്ങാൻ മേല, എന്നാലും തലക്കിട്ടാണല്ലോ നമ്മൾ തല്ലുന്നത്. ഇങ്ങനെ പിരിഞ്ഞുകൊണ്ടിരിക്കും, ജീവൻ പോയിട്ടില്ല. വേണമെങ്കിൽ ചിലപ്പോൾ വേണ്ട തല ഒന്നുകൂടെ നോക്കിന്നിരിക്കും. അപ്പൊ നമ്മൾ ചത്തെന്ന് വിചാരിച്ചായി പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഈ ജഡം എന്ന് പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ചത്തെന്ന് വിചാരിക്കുന്ന കാര്യം തക്ക സമയത്താണെന്ന് നമ്മളെ കൊണ്ട് തലമുട്ടി നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ അറിയാതെ ചില വാക്കുകൾ വന്നു പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മളെ ഇതിൽ നിന്നൊക്കെ മാറ്റി യേശുക്രിസ്തുവിനോട് അനുകൂലരാക്കണം എന്നാണ് നമ്മൾ കേട്ട വചനങ്ങളുടെ കാര്യങ്ങൾ. പാപത്തിന്റെ ഗലാത്യലേഖനത്തിലെ ആ പാപത്തിന്റെ ലിസ്റ്റ് 8, 9 കാര്യങ്ങളെ ഗ്രൂപ്പായിട്ട് ബ്രദർ പറഞ്ഞു. അപ്പം ഇന്ന് വായിച്ച വാക്യം തന്നെ ഇന്നത്തെ നമ്മുടെ
ഈ ആഴ്ചയിലെ ഇന്ന് അപ്പൊ അത് എൻ്റെ ശരീരത്തെ ഞാൻ മെഴുക്കി കീഴടക്കുന്നു അല്ലേ? ഒന്ന് കൊറിന്ത്യർ 9:27. അപ്പൊ ഇത് പൗലോസ് പറയുമ്പോഴേ വളരെ പൗലോസ് അപ്പസ്തോലന്റെ ജീവിതത്തിലെ താൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ അപ്പസ്തോലൻ ഈ കാര്യത്തെ എപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. തന്റെ ജഡത്തെ തന്റെ മുന്നിൽ തന്നെ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം അപ്പസ്തോലന് അറിയാം. ഞാൻ ഈ ഒരു കായികാഭ്യാസി എന്ന് പറഞ്ഞ ഒരു അതിനകത്തുണ്ട്. കായികാഭ്യാസി എങ്ങനെയാണ് അതിനെ തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കുസ്തിക്കാരെ, വടക്കേന്ത്യൻ കുസ്തിക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കുസ്തിയുടെ പരിശീലനം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ വീട്ടിലേക്കൊന്നും പോകത്തൊന്നുമില്ല. അവർ അഖാഡ എന്ന് പറയും കേട്ടോ. അഖാഡയിൽ തന്നെ അവിടെ തന്നെ ജീവിതം. കുസ്തിയുടെ ആ ടീം സമയം തീരുന്നവരെ, ആ കുസ്തിയുടെ മത്സരം തീരുന്നവരെ അവൻ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ അവനവന്റെ ശരീരത്തെ അങ്ങനെ വളരെയധികം കീഴടക്കിക്കൊണ്ട് തന്നെയാണ് അവനൊരു വിജയത്തിന് വേണ്ടിയിട്ട്, ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെ വാടുന്ന കിരീടത്തിന് വേണ്ടിയിട്ട് ആണ് അങ്ങനെയൊക്കെയുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ ശരീരത്തെ മെരുക്കുന്നതെങ്കിൽ വാടാത്ത കിരീടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓടേണ്ടതുണ്ട്. വരാത്ത കിരീടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓടുന്നത്. രണ്ടല വെച്ച ഒരു ചെറിയൊരു കമ്പിന്റെ കഷ്ണം തലയിൽ വെക്കുന്നതല്ല. നിത്യമായ ഒരു കിരീടം, അത് ഓടാത്തത് തന്നെ, മങ്ങാത്ത കിരീടം, നമുക്ക് ഒളി മങ്ങാത്ത കിരീടം നമുക്ക് ലഭിക്കേണ്ടതിനാണ് നാം ഓടുന്നത് എന്ന കാര്യം നമുക്ക് ഈ സമയത്ത് ഓർക്കാം. അപ്പോൾ ഇതിനായിട്ട് പറഞ്ഞൊരു തന്റെ നമ്മളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് വരേണ്ടതിന് നമ്മളെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന 2 കൊരിന്ത്യർ 4:11. അപ്പോൾ ഇതൊക്കെ ഈ സ്ഥിരമായത് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ മരണത്തിന്റെ മരിച്ചു, അതായത് നമ്മൾ പാപത്തിന് മരിച്ചു അല്ലേ? ആ ക്രൂശിൽ നാം പാപത്തിന് മരിച്ചു, അവരോട് ഒരു പ്രതികരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ പാപമില്ല എന്ന് പറയുമ്പോൾ പാപത്തിന് നമ്മൾ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മരിച്ച പാപത്തെ എങ്ങനെ നമ്മൾ പാപത്തിൽ എങ്ങനെ മരിച്ചിരിക്കുന്നു അത് തന്നെയാണ് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ തലമുക്കുന്ന പാപത്തെ വീണ്ടും നമുക്ക് കൊല്ലേണ്ടതുണ്ട്, അല്ലെ മരിപ്പിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വെളിപ്പെടേണ്ടത്. നമ്മൾ ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ജനംപ്രതി നമ്മൾ ആ ജീവനിൽ വളരേണ്ടതുണ്ട്. വളരുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം, അതായത് നമ്മുടെ ലോകത്തിലെ കാര്യങ്ങളുമായിട്ടുള്ള ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ വരുന്ന നമ്മളുടെ ആത്മീയ ജീവൻ അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിലെ ഇടപെടുന്നുള്ള കാര്യത്തിലല്ല, പാപത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോഴേ നമ്മുടെ ആത്മീയ ജീവൻ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ആ പാപത്തിന് നമ്മൾ മരണത്തിന് ഏൽപ്പിക്കുന്നില്ല എങ്കിൽ. അപ്പോൾ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ക്രൂശിൽ നമ്മെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർക്കുക. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ചിന്തയെ പറ്റി പറയുമ്പോഴേ എവിടെയാണ് 9 2 കൊരിന്ത്യർ 9. ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിൽ കീഴടക്കിയിരുന്നു അല്ലേ? 9:5 ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10:5 അതന്നെ, 10:5 ശരിയാണ്. എല്ലാ വൻപ്രതിബന്ധങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചു, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് എല്ലാ ചിന്തകളെയും അടിമപ്പെടുത്തും. അപ്പൊ ഇതാ ഒരു കാര്യം ഫിലിപ്പിലെ ലേഖനത്തിലും ആ കാര്യത്തിൽ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ചിന്തകളെ അടിമപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ചിന്തയെ അടിമപ്പെടുത്തണമെങ്കിൽ നമ്മുടെ എങ്ങനെ ആ ചിന്തയെ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഒരു ചിന്തയെ മാറ്റിക്കളയാനായിട്ട് പരാജയപ്പെടുന്നൊരു മേഖല അത് തന്നെയാണ്. ആ ചിന്ത തന്നെയാണ് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ഇവിടെ ദേഹിയുടെ കാര്യവും ജഡത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എങ്ങനെ നമ്മൾ ആ ചിന്തയിൽ നമ്മൾ വ്യാപരിക്കുന്നു, അല്ലെങ്കിൽ ആ ചിന്തയെ നമ്മൾ എങ്ങനെ താലോലിച്ചാൽ അത് പാപത്തിലേക്ക് പോയിരിക്കുന്നു. ചിന്തിക്കുമ്പോൾ തന്നെ അത് പാപമായെന്ന് പറയുന്നില്ല, ചിന്തയിലേക്ക് വരാറുണ്ട്. നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞെങ്കിൽ നല്ല കാര്യം. അത് നമ്മളെ മനസ്സിൽ നമ്മളതിനെ താലോലിക്കുമെങ്കിൽ നമ്മളെ അത് പാപത്തിലേക്ക് കൊണ്ടുപോയിരിക്കും. മനസ്സിൽ പാപം ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മനസ്സിൽ പാപം ചെയ്യാൻ കഴിയും. ആ ചിന്ത നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. ഈ കാര്യത്തെപ്പറ്റി ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ നമ്മെ സംബന്ധിച്ച് നമുക്ക് നമ്മളെ ബലഹീനതയെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ ബലഹീനത എത്രത്തോളം എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ. അപ്പോൾ ഇന്ന് അതിനെ മറികടക്കാൻ എത്രത്തോളം സാധിക്കും എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അതിനെ മറികടക്കാൻ കഴിയുള്ളൂ. ആത്മബലം ഇല്ലാത്തവന് മറികടക്കാൻ കഴിയില്ല. അവൻ ആ ലോകത്തോട് ചേർന്ന് അല്ലെങ്കിൽ പാപത്തോട് ചേർന്ന് പോകാൻ സാധ്യമാകൂ. ഞാൻ അങ്ങനെ തന്നെ
പലപ്പോഴും പരാജയപ്പെട്ടിട്ട അവസ്ഥയിലാണല്ലോ എൻ്റെ കരച്ചില്. എന്നെ ഇതിൽ നിന്ന് ഒന്ന് രക്ഷിക്കണമെന്നുള്ള ദൈവത്തിന്റെ മുന്നിലുള്ള കാര്യത്തിൽ. അന്ന് അത് യേശുവിനോടാണ് കരയേണ്ടത്, ദൈവത്തോടാണ് കരഞ്ഞത്, അത് പരിശുദ്ധാത്മാരോടാണ് കരയേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു കാലം. എന്നാൽ എന്നെ ഒന്ന് രക്ഷിക്കണം. അത് ഈ ഈ ഈ ഈ ഇരിക്കുന്ന കൺവെൻഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഏത് ആത്മാവിലായാലും എനിക്ക് രക്ഷപ്പെടണം, എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയുമ്പോൾ എന്നെ രക്ഷിക്കാൻ കൃപയായ ആ കർത്താവ് ദൈവത്തെ ഞാൻ അങ്ങനെ ദൈവമെന്ന് വിളിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ സാധ്യമാക്കി തന്നു എന്ന് ബോധ്യം. പിന്നീട് അതെല്ലാം പഠനങ്ങളാണല്ലോ. പഠനങ്ങൾ എന്ന് പറയുമ്പോൾ തെറ്റായ പഠനമൊന്നുമല്ല, അങ്ങനെ തന്നെ. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. യേശുക്രിസ്തുവിലൂടെയാണ് സാധ്യമാവുന്നത്. ഇല്ലെങ്കിൽ ചോദിക്കും, ദൈവം പരിശുദ്ധനായ ദൈവത്തിന് നീ നേരിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു മേടിക്കുന്നത്? യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഈ ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. കാരണം ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ നീതീകരണമാണ്, ആ നീതീകരിക്കപ്പെട്ടവനായിട്ടാണ് ഞാൻ അവിടുന്ന് മടങ്ങി വന്നത്. അപ്പൊ ആ നീതീകരിക്കപ്പെട്ടവനായിട്ട് മടങ്ങി വന്നപ്പോൾ എനിക്ക് കിട്ടിയ ദൈവ ആത്മീയ അനുഭവം ആ ആത്മാവിൽ എന്ന് വരെ നിലനിൽക്കുന്നുണ്ടോ അതുവരെ ആ ആത്മാവിന്റെ ബലത്തിൽ ജയിച്ച കാര്യവും ആത്മാവിന്റെ ശക്തിയിൽ നിന്ന് പിന്നോക്കം പോയപ്പോൾ പരാജയത്തിലേക്ക് പോകേണ്ടി വന്ന കാര്യവും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്ത്യ ജീവിതം വേണ്ടെന്ന് വെച്ച് തീരുമാനിച്ച ദിവസങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ വചനം വീണ്ടും ആശ്വസിപ്പിച്ച് അവിടുത്തെ കൂടെ നടക്കാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഉള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം നമുക്കുണ്ട്. അപ്പോൾ ആത്മാവിന്റെ ബലം നമുക്ക് വേണമെന്നുള്ള കാര്യം വളരെ ഉറപ്പേറിയ കാര്യമാണ്. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട്, അപ്പോൾ നമ്മൾ ഈ കാത്തിരിക്കുന്ന, നമ്മളിങ്ങനെ ശരീരത്തെ പേർക്ക് കീഴടക്കുന്നു, ചിന്തകളെ കീഴടക്കുന്നു, പിന്നെ പാപത്തെ ജയിക്കുന്നു, സൽപ്രവർത്തിയൊക്കെ ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയാന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ട് ഗുണം? മറ്റുള്ളവരൊക്കെ സന്തോഷിച്ച് സുഖമായിട്ട് നടക്കുന്നു, നമ്മളിതെല്ലാം ഇങ്ങനെ ചെയ്ത് കഷ്ടം ശരീരത്തിനും മനസ്സിനും കൊടുത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്, കർത്താവ് വരും. നമ്മൾ ഈ കർത്തൃമേശ എന്നിവിടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ്. അത് അവിടുത്തെ ക്രൂശ് മരണത്താൽ നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആ പ്രഘോഷണം നടത്തുമ്പോൾ ആ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ കാര്യം അവിടുത്തെ മരണം വരെ, അവിടുത്തെ വരവ് വരെ നമ്മളിത് ആഘോഷിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാര്യത്തെപ്പറ്റി നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ കാര്യം നമുക്ക് യഥാർത്ഥമായി മാറാൻ പോവാം. അപ്പോൾ ആ പ്രത്യാശ നമ്മളിലേക്ക്, ആ പ്രത്യാശയിൽ നമ്മളായിരിക്കുകയാണ്. കർത്താവ് വരും, കർത്താവിന്റെ കൂടെ നാം ഒരുക്കപ്പെടും. അന്ന് നമ്മൾ യോഗ്യരായി കാണണം. ആ കർത്താവ് വരുമ്പോഴേ ഈ കാര്യം തന്നെയാണ് നമ്മുടെ ചില വിവാഹ കാര്യങ്ങളുള്ള ബന്ധത്തിൽ നമ്മുടെ വിവാഹം എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആ വിവാഹത്തെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ വിവാഹം കണ്ടാൽ കർത്താവ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വരവും അവനെ സ്വീകരിക്കാനുള്ള ഒരുക്കവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. ഇത് ലോകത്തിന്റെ മാതൃകയിൽ പോവുക. എന്നാൽ യഥാർത്ഥത്തിലെ വിവാഹം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ട മണവാട്ടി എങ്ങനെ ആയിരിക്കുമോ അങ്ങനെ തന്നെയാണ്. ആ കാര്യത്തെയാണ് നമ്മുടെ വിവാഹങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ അതിന് വേണ്ട ആത്മീയ മാന്യത എങ്ങനെയാണ്, നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചുള്ള നമ്മൾ അവിടുത്തെ വരവെങ്കിൽ ഒരുക്കപ്പെട്ടവരെ കാണപ്പെടേണ്ടതിന് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള പ്രതിഫലം അന്ന് ലഭിക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ തന്നെ ഒന്നുകിൽ കർത്താവ് വരും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായാൽ തന്നെ നമുക്ക് ഒരു പ്രതിഫലം അവിടെ ഉണ്ട്. നമ്മൾ പ്രത്യാശിക്കും. നമ്മുടെ പ്രത്യാശ ഏതാ? അവിടുത്തോട് കർത്താവിനോട് കൂടി ആയിരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള പ്രത്യാശ. നമ്മൾ ആ പ്രത്യാശയിലായിരിക്കുന്നു. ആ പ്രത്യാശ അതിന് ഭംഗം വരുന്നില്ല. ആ ഭംഗം വരാത്തവണ്ണം കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ വായിക്കുന്നത് അല്ലേ? കൊറിന്ത്യത്തിലെ 5-ാം അധ്യായത്തിലാന്ന് തോന്നുന്നത്. ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആത്മാവിന്റെ ബലത്തിൽ വേണം നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്വയം ബലത്തിൽ ഒന്നും ജീവിക്കാൻ കഴിയാതെന്നുള്ള കാര്യം നമ്മളെല്ലാവരും അനുഭവസ്ഥരാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനായിട്ട് ചോദിക്കാം. ഈ ദൈവജനം നമ്മൾ ക്രിയ ചെയ്യണം. ഈ ആത്മാവിൽ ജീവിച്ച് ആ പ്രത്യാശയുടെ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് അവനോട് എടുക്കപ്പെടേണ്ടതിനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും നമുക്ക് അതിനായിട്ട് പ്രയത്നിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ പറയും നമ്മുടെ പ്രയത്നത്തിനൊന്നും വിലയില്ലെന്ന് പറയുന്നതിനകത്ത് കഥയില്ല. നമ്മളുടെ മനസ്സ് ആ കാര്യത്തിലേക്ക് നമ്മൾ വെക്കേണ്ടതുണ്ട്. നമ്മൾ ഹൃദയ ആ കാര്യത്തിലേക്ക് വെക്കേണ്ടതുണ്ട്. എങ്കിൽ കർത്താവിന് നമ്മെ സഹായിക്കാൻ കഴിയും. അത് നമ്മൾ കർത്താവിന്റെ പക്ഷത്തിലായിക്കട്ടെ, കർത്താവിന് മേനായി സഹായിക്കട്ടെ. ഈ കർത്തൃമേശയിലും എന്നും നമ്മളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ആ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ അവിടുന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നുവെന്നും അവിടുത്തെ വരവ് വരെ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും ഉള്ള കാര്യം അതിനായിട്ട് നമ്മൾ ഒരുക്കപ്പെടേണ്ടതുണ്ട്. ആ ഒരുക്കപ്പെടുന്ന കാര്യങ്ങൾക്കായിട്ട് അവിടുന്നാണ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത്. ആ ഒരുക്കത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കായിട്ടും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഇന്നും സ്വർഗത്തിൽ മധ്യസ്ഥനായി അവിടുന്ന് ഉണ്ട് എന്ന ആ ബോധ്യതയോടുകൂടി തന്നെ അയക്കാനും വിശുദ്ധിയോടുകൂടി കർത്തൃമേശയിൽ പങ്കെടുക്കാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.